കണ്ണൂരിലേക്കാണ് പോകുന്നത്. പയ്യന്നൂർ കണ്ടങ്ങാളിയിൽ പൂട്ടിയിട്ട വീട് തകർത്ത് കവർച്ച നടന്നിരിക്കുന്നു. 9 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. കുറുങ്കടവ് റോഡിലെ പള്ളിക്കുളത്ത് വീട്ടിൽ മധുസൂദനന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. അർജുൻ കല്യാണുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, എപ്പോഴാണ് ഈ മോഷണം നടന്നത്? പോലീസ് എത്തിയിട്ടുണ്ടോ? ഈ മോഷ്ടാക്കളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഷിഹാസ് സുധി മധുസൂദനൻ കണ്ടങ്കാളിയിലുള്ള പള്ളിക്കുളത്ത് ഹൗസിൽ മധുസൂദനന്റെ വീട്ടിലാണ് ഈ കവർച്ച നടന്നിരിക്കുന്നത്. മധുസൂദനന്റെ ഭാര്യയ്ക്ക് അസുഖമായതിനാൽ കഴിഞ്ഞ 2 മാസത്തിലധികമായി മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏറ്റവും അവസാനം മാർച്ച് 13-ാം തീയതിയാണ് ഇവർ ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നലെയാണ് ഇവർ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അതായത് മാർച്ച് 13-നും ജൂൺ 4-നും ഇടയിലുള്ള ഏതോ ഒരു സമയത്താണ് കവർച്ച നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. ഇന്നലെ വൈകിട്ടോടെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് അയൽവാസിയായിട്ടുള്ള ഒരു ബന്ധു ശ്രദ്ധിക്കുകയും അതിന്റെ ഭാഗമായി ഈ മധുസൂദനെ വിവരമറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മധുസൂദനൻ നാട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ പരിശോധന നടത്തുമ്പോഴാണ് വീടിനകത്തുള്ള അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ 9 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് എന്നുള്ളതാണ് വീട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. ആ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ പോലീസിൽ പരാതി നൽകുകയും അതിനുശേഷം വിരലടയാള വിദഗ്ധരും ഫിംഗർ പ്രിന്റ് അങ്ങനെയുള്ള ഈ വിദഗ്ധ പരിശോധന നടത്തുന്ന ഫോറൻസിക് സംഘം ഉൾപ്പെടെ അവിടത്തേക്ക് എത്തുകയും പരിശോധനയെല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മോഷ്ടാക്കളെ സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് കഴിയുന്ന വിവരം. ജൂൺ 2-ാം തീയതി ഈ മധുസൂദന്റെ വീട്ടിന് തൊട്ട് അടുത്തുള്ള എം വേണു എന്ന് പറയുന്ന ആളുടെ വീട്ടിലും മോഷണം നടന്നിരുന്നു. അന്ന് അവിടെ ഈ വീട് പൂട്ടി അന്നൂരിലുള്ള മകളുടെ വീട്ടിലേക്ക് പോയ വേണുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അപ്പോൾ ഈ പരിസരത്തൊരു കള്ളൻ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു വീട്ടുടമയുടെ പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ഇത് ഉദ്ദേശം മാർച്ച് 13-ാം തീയതി രാവിലെ ഞാൻ മെഡിക്കൽ സംബന്ധമായിട്ട് മംഗലാപുരത്തേക്ക് വീടും പൂട്ടി പോയത്. അവിടെ താമസിക്കേണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ എല്ലാ ദിവസവും വീട് പൂട്ടിയിട്ടുണ്ടായി. പിന്നെ ഇന്നലെയാണ് നെയ്ബേഴ്സിൽ നിന്ന് കോൾ വന്നത്, അതായത് വീട്ടിൻ്റെ വാതിൽ പൊളിച്ചിട്ട് കാണുന്നുണ്ട്, തുറന്നു കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉടനെ ഞാൻ എന്തായിരിക്കണം എന്നാൽ ഇന്ന് രാവിലെ പുറപ്പെട്ടു മംഗലാപുരം. വന്ന് നോക്കുമ്പോഴേക്ക് സംഗതി കറക്റ്റ്. വീട് പൊളിച്ചിട്ട് കൂടുതലുള്ള സാധനങ്ങളൊക്കെ എല്ലാം വലിച്ച് വിതറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. ഉദ്ദേശം ഒരു 8 പവൻ അത്രയേ ഉള്ളൂ. ഇത് ഇന്നലെ അവർ ഫോണാക്കിയ സമയത്ത് പറഞ്ഞ് ഇതിൻ്റെ 2 വീട് അപ്പുറം ഒരു വീട്ടിലും ഇതുപോലെ മോഷണ അറ്റംപ്റ്റ് ഉണ്ടായി, എന്തോ ചെറിയ സാധനം നഷ്ടപ്പെട്ടു പറഞ്ഞത് രമേശേട്ടനോട് ചോദിച്ചാൽ. കണ്ണൂർ പയ്യന്നൂരിലാണ് ഇത്തരത്തിൽ തുടർച്ചയായ മോഷണങ്ങൾ നടക്കുന്നത്. അടുപ്പിച്ച 2 വീടുകളിലാണ് മോഷണം നടന്നത്. ഈ 2 വീട്ടിലും ഈ സമയത്ത് ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന, പരിസരത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളായിരിക്കാം ഈ കവർച്ച നടത്തിയത് എന്നുള്ള സംശയം പോലീസിനുണ്ട്.